നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഉമേഷ് വരാമൻ. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുന്നതിന് വേണ്ടി സോന ജെറി കൂടി ചേരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായക സ്ഥാനം ഒഴിഞ്ഞ് സൂപ്പർ താരം MS ധോണി. യുവതാരം ഋതുരാജ് ഗെയ്ക്വാദാണ് പുതിയ നായകൻ. IPL 17ാം സീസണ് നാളെ ചെന്നൈയിൽ തുടക്കമാകാനിരിക്കെയാണ് നായക സ്ഥാനത്തു നിന്നുള്ള ധോണിയുടെ പിന്മാറ്റം. അനിൽ വാസുദേവ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, IPL തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്താണ് ചെന്നൈ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട നായകൻ MS ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. പകരം യുവതാരം ഋതുരാജ് ഗെയ്ക്വാദിനാണ് ചുമതല കൈമാറിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് യാതൊരു സൂചനയും തന്നിരുന്നില്ല. മാർച്ച് 4 ധോണി ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് പുതിയ സീസണായി താൻ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്നു, ഒപ്പം തന്നെ പുതിയ റോളിനായിരുന്നു. പക്ഷേ ആ പുതിയ റോൾ എന്തെന്ന് യാതൊരു തരത്തിലുള്ള സൂചനയും ഇതുവരെയും ആർക്കും തന്നെ കിട്ടിയിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം മെൻഡർ റോളിലേക്ക് പോകുമെന്നൊക്കെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ വളരെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് IPL ക്യാപ്റ്റന്മാരുടെ, വിവിധ ടീമുകളുടെ ക്യാപ്റ്റന്മാരുടെ ഫോട്ടോഷൂട്ടിന് ധോണിക്ക് പകരം എത്തിയത് ഋതുരാജാണ്. അപ്പോഴാണ് BCCI പോലും അക്കാര്യം ഔദ്യോഗികമായി പുറത്തുവിടുന്നത്. ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു, ഋതുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും ഇനി ക്യാപ്റ്റൻ എന്നുള്ള. ധോണി ഇത് 2008 ആണ് ഈ IPL തുടങ്ങുന്നത്. അന്നു മുതൽ എല്ലാ സീസണിലും ചെന്നൈ കളിച്ച എല്ലാ സീസണിലും അവരെ നയിച്ചിരുന്നത് ധോണിയാണ്. 2022 തുടക്കത്തിൽ മാത്രം ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുകയും അന്ന് ജഡേജയ്ക്ക് ക്യാപ്റ്റൻസി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഏതാനും കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം വീണ്ടും ധോണി തന്നെ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ അതിനുശേഷം വീണ്ടും വളരെ നാടകീയമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഈ സീസണിന് ശേഷം ധോണി വിരമിക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ധോണി ഇങ്ങനെ പെട്ടെന്ന് ഒരു മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന തീരുമാനം ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ധോണിയുടെ കാര്യത്തിൽ ഇത് ഒട്ടും തന്നെ അത്ഭുതപ്പെടാനില്ല. നേരത്തെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതും ഒപ്പം തന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് വിരമിച്ചതുപോലും വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു ഞെട്ടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ചെന്നൈയിലെ കുറച്ച് ആരാധകർ ചേരുന്നുണ്ട്. ധോണി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു, ഞെട്ടിക്കുന്ന ഒരു തീരുമാനമായി പോയത്. இப்போதைக்கு ருத்துராஜ் சருக்கு ஃபஸ்ட் ஒன்று கங்க்ராச்சுலேஷன்ஸ். MS தோனி சார் இருக்கார். இந்த முறை CSK கண்டிப்பாக கப் எடுப்பாங்க. ഞെട്ടിപ്പോയോ? അതായത് ധോണി ക്യാപ്റ്റൻസി ഒഴിയുമെന്ന് കരുതിയിരുന്നു? இல்லைங்க சார், அது கருதில்லை. എന്തായാലും വലിയ നിരാശയാണോ? അതായത് ധോണിയെ കാണാൻ വേണ്ടിയിട്ടാണ് ആളുകളൊക്കെ വരാറ്, അപ്പോൾ പെട്ടെന്ന് വന്ന് നിരാശയായി പോയോ? அது கொஞ்சம் மனசு கஷ்டமாக இருக்குங்க சார். அதே ഈ കൊച്ചിയിൽ നിന്നൊക്കെ കുറച്ച് ആരാധകർ, എന്താണ് ധോണി പെട്ടെന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? മലയാളികളായ കുറച്ച് ആരാധകരുണ്ട്. എന്താണ് ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്താ? ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേങ്കിൽ എന്നാലും ധോണി ക്യാപ്റ്റനായിട്ട് തന്നെ അവസാന സീസൺ ഉണ്ടാവുന്നതായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാലും ധോണിയുടെ യുഗം അവസാനിക്കാൻ പോകുമ്പോൾ ധോണിക്ക് കീഴിൽ ഋതുരാജ് മറ്റൊരു ക്യാപ്റ്റനായിട്ട് വളർന്നു വരും, ധോണിക്ക് കീഴിൽ തന്നെ വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു യുഗം ഈ ഒരു വർഷം ആരംഭിക്കാൻ പോകുന്നതാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കീഴിൽ. അപ്പോൾ പുതിയ മാറ്റങ്ങളുമായിട്ട് ഇക്കൊല്ലം ചെന്നൈ ഋതുരാജിൻ്റെ കീഴിൽ കപ്പടിച്ച് തന്നെ തുടങ്ങുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ധോണി പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കളഞ്ഞാൽ ഒരു സങ്കടം ഉണ്ടോ? അതുണ്ട്, തീർച്ചയായിട്ടും സങ്കടമുണ്ട്. ധോണിയുടെ ഒരു കടുത്ത ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പടവുമായിക്കെ തന്നെ ധോണിയെ കൊണ്ട് ഓട്ടോഗ്രാഫ് വാങ്ങിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ധോണി ക്യാപ്റ്റൻസി ഒഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? ധോണി ക്യാപ്റ്റൻസിയിലായിരുന്നു വിളങ്ങിയിട്ട് എന്നാ സങ്കടമായിരുന്നു? ധோனி கேப்டன் லாஸ்ட் IPLன்றதுனால கேப்டன் பண்ணாருன்னு நினச்சோம். அதனால் இந்த லாஸ்ட் IPL முடியல, സാഡാ தான் இருக்குது. പറഞ്ഞ പോലെ തന്നെ ധോണിയുടെ ക്യാപ്റ്റൻസി ഇങ്ങ് തമിഴ്നാട്ടിലോ നമ്മുടെ കേരളത്തിലോ ഒന്നുമല്ല, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള 2 പേരാണ്. ധോണി റിസൈൻ ദ ക്യാപ്റ്റൻസി, ഹൗ डू फील? नो, सैड मोमेंट मेरी है. 3 PM के देखा है धोनी कैप्टन छाड़ दिया है, उसका हैंड ओवर को ऋतुराज के करेगा. मेरा वेरी सैड मोमेंट है मेरे पैसे लिए गए. मैं उसके लिए, मैं बांग्लादेश से मैं आ रहा हूँ धोनी के लिए. मैं बहुत बड़ा फ़ैन हूँ धोनी के लिए. उसके लिए सैड मोमेंट मेरे है. कैप्टन छाड़ दिया है, उसके हैंड ओवर ऋतुराज का दिया है. उसके लिए मेरा दिल में खराब होएगा. Maybe he will retire from this after this season. नो, आई डोंट नो. इसके लिए मैं तो चाहूँगा, मैं नेक्स्ट ईयर हूँ, मैं धोनी खेलेगा है, मैं तो फ़ैन हूँ, मैं चाहूँगा है ना. तो इसके लिए उधर रिटायर ही हो लेगा है, जो तो लॉन्ग ईयर है. तो उसके लिए जब खेला स्टार्ट करना है, प्लेइंग है, उसके लिए लॉन्ग ईयर है. लास्ट IPL है, लॉन्ग ईयर है, इसके लिए है. उससे लास्ट IPL है उसके लिए. तो मैं फ़ैन हूँ, मैं तो नहीं चाहूँगा जो रिटायरमेंट ले है उसके लिए.
ബംഗ്ലാദേശിൽ നിന്നുള്ള ആരാധകരാണ്. ഇവർ കളി കാണാൻ വേണ്ടി വന്നതാണ്. ധോണിയുടെ ജേഴ്സിയൊക്കെ തന്നെ അണിഞ്ഞുകൊണ്ടാണ് വന്നത്. വലിയ നിരാശയാണ് അവരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. കാരണം ശരി. ധോണി എവിടെ ചെല്ലുന്നോ ആ സ്റ്റേഡിയങ്ങളിലൊക്കെ തന്നെ ധോണിയുടെ ടെറിട്ടറി അല്ലെങ്കിൽ കൂടി അത്ര കണ്ട ആരാധകർ ധോണിക്ക് വേണ്ടി വരാറുണ്ട്. അപ്പോൾ ധോണിയുടെ അപ്രതീക്ഷിതമായ തീരുമാനം വലിയ രീതിയിൽ ഞെട്ടിച്ചു എന്നാണ് ഈ ആരാധകരൊക്കെ തന്നെ പറയുന്നത്. ഉന്മേഷ്, ചെന്നൈയിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. അധിക്ഷേപ പരാമർശത്തിൽ സത്യഭാമയെ തള്ളി കേരള കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവന പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്തത്, ആ നിലപാടുകൾ പൂർണ്ണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നുവെന്ന് കേരള കലാമണ്ഡലം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പൂർവ്വ വിദ്യാർത്ഥി എന്നതല്ലാത്ത ഒരു ബന്ധവും സത്യഭാമയ്ക്ക് കലാമണ്ഡലവുമായി ഇല്ല എന്നാണ് വിശദീകരണം. സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് കലാമണ്ഡലത്തിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്? കലാമണ്ഡലം പൂർണ്ണമായും ഈ വിഷയത്തിൽ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ്, സത്യഭാമയെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അവർ പറയുന്നത് കലാമണ്ഡലത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി എന്നതിലപ്പുറം ഈ കലാമണ്ഡലവുമായി ഇവർക്ക് യാതൊരു ബന്ധവും, ഈ പേര് തന്നെ ചേർക്കുന്നതിൽ വലിയ വിയോജിപ്പ് ഈ കലാമണ്ഡലം സ്വീകരിക്കുന്നുണ്ട്. കലാമണ്ഡലം മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ഇന്ന് ഈ പ്രതിഷേധ മോഹിനിയാട്ടവും അല്പസമയത്തിനകം ഈ ചാലക്കുടി കലാഗൃഹത്തിൽ നടക്കും. കലാഭവൻ മണി തന്നെ ഈ മാതാപിതാക്കളുടെ പേരിൽ നിർമ്മിച്ച ഈ സാംസ്കാരിക കേന്ദ്രമാണ് ഈ കലാഗ്രഹം. ഇന്ന് ഈ പ്രതിഷേധ സൂചകമായി ഇപ്പോൾ RLV രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ മോഹിനിയാട്ടം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധ മോഹിനിയാട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത്. 6 മണിക്ക് അത്തരത്തിൽ സർഗാത്മകമായ പ്രതിഷേധത്തിലേക്ക് സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ SBI സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയെന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭരണഘടനാ ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചെന്നും SBIയുടെ സത്യവാങ്മൂലം. രാധാകൃഷ്ണൻ, ഡൽഹിയിൽ നിന്ന്. RK, വിവരങ്ങൾ എന്തൊക്കെയാണ്? SBI ഈ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് പാലിച്ചു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളും പാലിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി എന്നാണ് SBI വ്യക്തമാക്കുന്നത്. തങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ SBIയുടെ രേഖകളെല്ലാം ലഭിച്ചു എന്ന രീതിയിൽ നടപടി കണക്കാക്കണം എന്നാണ് സുപ്രീം കോടതിയിൽ SBI ആവശ്യപ്പെട്ടിരിക്കുന്നത്. SBI കംപ്ലയിൻസ് അഫിഡവിറ്റ് ആണ് ഇന്ന് ഫയൽ ചെയ്തത്. രാധാകൃഷ്ണൻ, ഡൽഹിയിൽ നിന്ന്. മദ്യനയ അഴിമതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടയാൻ കഴിയില്ല എന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. കേസ് ഈ മാസം 22-ന് വീണ്ടും പരിഗണിക്കും. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. RK, അങ്ങനെ കെജ്രിവാളിന്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ആണ്. പ്രത്യേകിച്ച് കെജ്രിവാളിനെ സംബന്ധിച്ച്, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ സന്ദേഹങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ കോടതിയുടെ തീരുമാനം. കോടതിയിൽ ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം നൽകണമെന്നാണ്. പക്ഷെ കോടതി അത് സാധ്യമല്ല എന്ന് വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സമൻസ് ലഭിച്ച് ഹാജരാകാത്തതിനെ കോടതി അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താനായി കെജ്രിവാളിന് സാധിക്കാവുന്നതേ ഉള്ളൂ. അത് സമൻസ് ലഭിച്ചിട്ടും അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ഉചിതമായിട്ടുള്ള താല്പര്യമായി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതിൽ ഇടക്കാല അറസ്റ്റ് തടയണമെന്ന നിർദ്ദേശം അദ്ദേഹം കോടതി തള്ളിയത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ED മറുപടി നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ആ ഹർജി 22-ാം തീയതി വീണ്ടും പരിഗണിക്കും. രാധാകൃഷ്ണൻ, ഡൽഹിയിൽ നിന്ന്. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേരളം നൽകിയ കണക്കുകൾ എല്ലാം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. വരവിനേക്കാൾ ചെലവുള്ള സംസ്ഥാനമാണ് കേരളം. സാമ്പത്തിക അച്ചടക്കത്തിന്റെ കാര്യത്തിൽ CAG റിപ്പോർട്ടിനെ കേരളം ദുർവ്യാഖ്യാനം ചെയ്യുന്നുവെന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി. ധനകാര്യ കമ്മീഷനാണ് കടമെടുപ്പ് പരിധി നിശ്ചയിച്ചത് എന്നും അധികമായി ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. RK, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ഏതാണ്ട് ഒരു ദിവസം നീളുന്ന രീതിയിലാണ് വാദം സുപ്രീം കോടതി കേട്ടത്. എന്നാൽ അതിനുശേഷവും ഈ വാദം ഇരുപക്ഷവും പൂർത്തിയാക്കിയിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് പരിഗണിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് 1 മണിക്കത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. രണ്ടു പക്ഷവും അവരവരുടെ നിലപാടുകൾ ഏറ്റവും ശക്തമായി വാദിക്കാനായിട്ടാണ് ശ്രമിച്ചത്. കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ASG N വെങ്കിട്ടരാമൻ ഹാജരായി. കേരളത്തെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലാണ് ഹാജരായത്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം
കേരളത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ആനുകൂല്യമല്ല കേരളം ആവശ്യപ്പെടുന്നത്, കേരളത്തിന്റെ അവകാശമാണ്. 98% അനുവദിക്കപ്പെട്ടിരുന്ന അവകാശം അത് 2.98% ചുരുക്കുകയാണ് കേന്ദ്രം ചെയ്തത്. ഇതിനെയാണ് എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും സംസ്ഥാനത്തിന് നൽകുന്നു എന്നത് വ്യക്തമാക്കുന്നത്. ഈ 98 എന്നുള്ളത് 2.98 ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതകൾ അതിനെ സംബന്ധിച്ച് ഒരു വിധത്തിലും കേന്ദ്രം പരാമർശിക്കുന്നില്ല. ഫെഡറൽ വ്യവസ്ഥകളുടെ എതിരാണ്. GST എന്ന രീതിയിൽ കേരളത്തിന് നഷ്ടപരിഹാരത്തിന് ഇപ്പോഴും ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തന്നെ അർഹതയുള്ളതാണ്. അതുപോലും നൽകാനായിട്ട് കേന്ദ്രം തയ്യാറാകുന്നില്ല. ഈ വിധത്തിൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും വിഹിതവും സംസ്ഥാനത്തിന് നിഷേധിക്കുന്നത് കൊണ്ടാണ് കടക്കണിയിലേക്ക് സംസ്ഥാനം വീഴുന്നത് എന്നുള്ള വാദമാണ് കപിൽ സിബൽ ഉന്നയിച്ചത്. ഒപ്പം അദ്ദേഹം CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലെ ചില പരാമർശങ്ങളും അടക്കമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി ശക്തമായിട്ടുള്ള എതിർവാദങ്ങൾ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ഹാജരായിട്ടുള്ള ASG മുന്നോട്ട് വെച്ചു. ഈ വാദങ്ങൾ തുടരുകയാണ്. നാളെ കേസ് വീണ്ടും 1 മണിക്ക് പരിഗണിക്കും. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. അപകീർത്തി പരാമർശത്തിൽ LDF കൺവീനർ EP ജയരാജന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വക്കീൽ നോട്ടീസ് അയച്ചു. അപകീർത്തികരവും അവാസ്തവമായ പ്രസ്താവന പിൻവലിച്ച് EP ജയരാജൻ പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. VD സതീശന്റേത് ഫ്രോഡ് രാഷ്ട്രീയമെന്നായിരുന്നു EP ജയരാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. അതായത് ഉന്മേഷ്, വാർത്താ സമ്മേളനത്തിലെ EP ജയരാജന്റെ പരാമർശങ്ങൾക്കെതിരെയാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നതനുസരിച്ച് EP ജയരാജൻ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ 7 ദിവസത്തിനകം പിൻവലിച്ച പരസ്യമായിട്ടുള്ള മാപ്പ് പറയണം. അത്തരത്തിലുള്ള ഒരു നീക്കം, ഒരു നടപടി EP ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടാവാത്ത പക്ഷം ക്രിമിനൽ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും EP ജയരാജനെതിരെയുള്ള തുടർ നീക്കങ്ങൾ രാഷ്ട്രീയപരമായും ഒപ്പം നിയമപരമായും മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനം. അതിൻ്റെ കൂടി ഭാഗമായാണ് ഈ ഒരു വിഷയത്തിൽ നിലവിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും 7 ദിവസം വരെ കാത്തുന്നതിന് ശേഷം EP-യുടെ കൂടി നടപടികൾ പരിശോധിച്ച തുടർ നീക്കങ്ങളായിരിക്കും പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുക. പ്രതിപക്ഷ നേതാവിൻ്റേത് ഫ്രോഡ് രാഷ്ട്രീയമെന്നായിരുന്നു EP ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ ഫോട്ടോ മോർഫിംഗിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിന് പങ്കുണ്ടെന്നും EP കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ചു. എന്തായാലും EP ജയരാജനും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പോര് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുകയാണ്. അതിൻ്റെ ഒരു അടുത്ത ഘട്ടമാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് അയച്ചിരിക്കുന്ന ഈ വക്കീൽ നോട്ടീസ്. എന്തായാലും ഇതിനോട് EP ജയരാജൻ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിലവിൽ കൗതുകത്തോടെ കാണുന്ന വിഷയം. വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി അദ്ദേഹത്തെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്ന വിഷയം. എന്തായാലും ഒരു പരസ്യ പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. നോട്ടീസ് വായിച്ചതിന് ശേഷം ഒരു പരസ്യ പ്രതികരണത്തിന് EP വരും. എന്തായാലും EP ജയരാജൻ പ്രതിപക്ഷ നേതാവ് പോര് ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. ഉന്മേഷ്. AV ജയശങ്കർ തിരുവനന്തപുരത്ത്. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രചാരണം നടത്തുകയാണെന്ന് ആരോപിച്ച് BJPക്കെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പ്രചാരണം നടത്തുന്നത് തടയണം എന്നാണ് ആവശ്യം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്? നിതിൻ. ഉന്മേഷ്, പ്രധാനമായും 9 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വികസിത് ഭാരത് എന്ന സന്ദേശങ്ങൾ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി ഈ വിഷയത്തിൽ വേണമെന്നാണ് ഒന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. അതോടൊപ്പം പ്രചാരണത്തിൽ സേനാ സംബന്ധമായ വിഷയങ്ങൾ ഉയർത്തുന്നു, കൂടാതെ മതം ഉയർത്തിയുള്ള പ്രചാരണ വീഡിയോകൾ ഇറക്കുന്നു, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, കൂടാതെ പെട്രോൾ പമ്പുകളിലും ട്രെയിനുകളിലും ബസ്സുകളിലടക്കം ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരസ്യങ്ങൾ വ്യാപകമായി തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ, സൽമാൻ ഖുർഷിദ് അടങ്ങുന്ന കോൺഗ്രസ് പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. കൂടാതെ ശോഭാ കരന്തയുടെ പരാമർശത്തിനെതിരെയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. ശരി നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ NDA സീറ്റ് വിഭജനം പൂർത്തിയായി. മുൻ മുഖ്യമന്ത്രി O പനീർസെൽവത്തിന് സീറ്റില്ല. BJP 20 സീറ്റിലും പാട്ടാളി മക്കൾ കക്ഷി 10 സീറ്റിലും മത്സരിക്കും. തമിഴ് മാനില കോൺഗ്രസിന് 3 സീറ്റുകൾ നൽകി. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്. മനേഷ്, വിവരങ്ങൾ. ഉന്മേഷ, ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് NDA മുന്നണിയുടെ ഭാഗമായി OPS എത്തുന്നത്. എന്തായാലും ഇന്നലെ OPS സംസാരിക്കുന്ന മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞിരുന്നത് 3 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഒരു സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ സീറ്റ് വിഭജനം പൂർത്തിയാക്കുമ്പോൾ എന്തായാലും OPSന് സീറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റ് പാർട്ടികൾക്കെല്ലാം തന്നെ ഓരോ സീറ്റുകൾ വീതമൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് NDAയിൽ. എന്തായാലും
BJP 20 സീറ്റുകളിലാണ് മത്സരിക്കുക. പാട്ടാളി മക്കൾ കക്ഷി അടുത്തിടെയാണ് പാട്ടാളി മക്കൾ കക്ഷി BJP NDA മുന്നണിയുടെ ഭാഗമാവുന്നത്. അവർ 10 സീറ്റുകളിൽ മത്സരിക്കും. GK വാസന്റെ പാർട്ടിയായിട്ടുള്ള തമിഴ് മാനില കോൺഗ്രസും 3 സീറ്റുകളിലാണ് മത്സരിക്കുക. അതുപോലെ തന്നെ TTV ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകത്തിന് 2 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള കക്ഷികൾക്കെല്ലാം ഓരോ സീറ്റുകൾ വീതവും നൽകിയാണ് എന്തായാലും സീറ്റ് വിഭജനം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് NDAയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. BJPയുടേത് പ്രതിപക്ഷ കേന്ദ്രത്തിൽ നിന്നായിരിക്കും വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും OPS വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ പറഞ്ഞ രീതിയിൽ NDA മുന്നണിയിൽ എത്തിയിരുന്നത്. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന് സീറ്റ് നൽകേണ്ടതില്ല എന്നൊരു ശരി മനേഷ്, ഏതായാലും സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോൾ O പനീർസെൽവത്തിന് സീറ്റില്ല. മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ കൂടി മരിച്ചു. ബസ് യാത്രക്കാരൻ തിരുവനന്തപുരം സ്വദേശി സുകുമാരനാണ് മരിച്ചത്. അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ പാലക്കാട് പുതുശ്ശേരി സ്വദേശി രാജേന്ദ്രൻ നേരത്തെ മരിച്ചിരുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ ചേരുന്നു. സമീർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അല്പസമയം മുന്നെയാണ് ഈ ബസ് യാത്രക്കാരനായ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഈ സുകുമാരൻ ഇയാൾ മരിച്ചിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആദ്യം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചതായിരുന്നു. തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. തുടർന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മരണം സംഭവിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് എടപ്പാൾ മേൽപ്പാലത്തിൽ വെച്ച് KSRTCയുടെ K-Swift ബസും ഒപ്പം തന്നെ ഒരു മിനി പിക്കപ്പ് വാൻ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നത്. അമിത വേഗതയിൽ വന്ന K-Swift ബസ് ഈ പിക്കപ്പ് വാനെ ഇടിച്ചു തെറിപ്പിച്ച് 30 മീറ്ററോളം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ ഈ പിക്കപ്പ് വാന്റെ ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രൻ അപകട സ്ഥലത്ത് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപകടം നടന്ന് 2.5 മണിക്കൂറിന് ശേഷം മാത്രമായിരുന്നു ഈ ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നത്. ഉന്മേഷ്. സമീർ ബിൻ കരീം മലപ്പുറത്ത്. കോട്ടയം കടുത്തുരുത്തിയിൽ ഓട്ടോ ഡ്രൈവറെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. അറന്നൂറ്റിമംഗലം സ്വദേശി ഷിബുവാണ് ആത്മഹത്യ ചെയ്തത്. ഓട്ടോ ഡ്രൈവറായ പ്രസാദിനെ വിളിച്ചു വരുത്തി ഷിബു കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, വിവരങ്ങൾ. കോട്ടയം കടുത്തുരുത്തിയിലാണ് ഓട്ടോ ഡ്രൈവറെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത്. ടോബി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉമേഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓട്ടം വിളിച്ചതിന് ശേഷം ഈ ഷിബു പ്രസാദിനെ ഓട്ടം വിളിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ വീടിന് സമീപം എത്തിയപ്പോൾ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ആ തർക്കത്തിനൊടുവിലാണ് പ്രസാദിന് കുത്തേൽക്കുന്നത്. തുടർന്ന് നാട്ടുകാരാണ് പ്രസാദിനെ ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഈ അദ്ദേഹത്തിന്റെ പരിക്കിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഷിബുവിനെ എല്ലാവരും തപ്പിയത്. അദ്ദേഹത്തെ തുടർന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിനെ തുടർന്നാണ് ഈ ഒരു ആത്മഹത്യ എന്നാണ് പോലീസും പറയുന്നത്. മറ്റ് വ്യക്തിവൈരാഗ്യങ്ങളൊന്നുമില്ല. ഈ ഒരു തർക്കമുണ്ടായതിൽ, അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു കത്തിക്കുത്ത് നടന്നതിലുള്ള ഒരു മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തതാകാമെന്നുള്ളൊരു നിഗമനം തന്നെയാണ് പോലീസിനുമുള്ളത്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. ഈ പരിക്കേറ്റ പ്രസാദ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു.